ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനിയേച്ചർ വാട്ടർ പൗണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിനിയേച്ചർ വാട്ടർ പൗണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ അലൂമിനിയം ഫോയിൽ പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കാം. ഏകദേശം പറയണമെങ്കിൽ ഒരു മഷ്റൂമിൻ്റെ ഒക്കെ ഷേപ്പിൽ ഇതുപോലെ മടക്കി കൊടുക്കാം. ഫോയിൽ പേപ്പർ 3-4 പ്രാവശ്യം ഇതുപോലെ ലെയർ ആക്കി വെച്ച് കൊടുത്ത് കുറച്ച് കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മേലത്തെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ആക്കിയെടുക്കാം. ഏകദേശം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഉണ്ടാക്കിയെടുത്തതുപോലെ തന്നെ നേരെ ചെറിയ സൈസിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു മയത്തുള്ളിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ളും ക്ലേ ആയിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്മൂത്ത് ആവാൻ അതുപോലെ തന്നെ ഫിനിഷിംഗ് ലുക്ക് കിട്ടാനൊക്കെ ഇതുപോലെ വെള്ളം കൊണ്ട് ഇതുപോലെ തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ റെഡി ആയി കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ വക്കൊന്ന് കട്ടി കൂട്ടാനും സെൻറ്റർ ഭാഗം ഒന്ന് റെഡി ആക്കാനൊക്കെ ഉണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം ചെയ്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള പാർട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ ഡ്രൈ ആയ പാർട്ട് വീണ്ടും എടുത്തതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ ഒന്നുകൂടി കട്ടി കൂട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റത്ത് ഇതുപോലെ കുറച്ചും കൂടി കട്ടി കൂട്ടി കൊടുത്ത് മേലോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ലെവലിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല. വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. ക്ലേ ഇതുപോലെ സ്മൂത്ത് ആക്കി എടുക്കാനും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാനും വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് തൊട്ടുകാണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല സ്മൂത്തായി കിട്ടും. ഇത് ഏകദേശമൊക്കെ സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത ചെറിയ ഭാഗം അതുപോലെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ചെടുക്കാൻ ഞാൻ ക്ലേ തന്നെയാണ് യൂസ് ചെയ്യണത്. ക്ലേ വെച്ചുകൊണ്ട് ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം വക്കൊക്കെ അതുപോലെ സ്മൂത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം വെച്ച് സ്മൂത്ത് ആക്കി എടുത്താൽ മതി കേട്ടോ. ഈ വെച്ചതുപോലെ തന്നെ മയത്തുള്ളി പോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല, അതും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലൊന്ന് സ്മൂത്ത് ആക്കി റെഡി ആക്കി എടുക്കാം. ഇനി ഇത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്കൊരു കാർഡ്ബോർഡ് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. കുറച്ച് വലിയ റൗണ്ട് ഷേപ്പ് വേണം. അതിനാണ് ഞാൻ ഇതുപോലെ ഒരു മൂടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സെൻറ്ററിൽ ചെറിയൊരു റൗണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പ് ഒഴിവാക്കി ബാക്കിയുള്ള സ്പേസിൽ ഇതുപോലെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ വരച്ചു കൊടുക്കണം. കുറച്ച് മീൻ വരച്ചെടുക്കാം. അതുപോലെ തന്നെ താമര, കുറച്ച് ഇല കൈക്കാണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കളർ ചെയ്തെടുക്കാം. വൈറ്റ് കളർ എടുത്ത് ഇതുപോലെ ഫുള്ളായിട്ട് മെയിൻ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഓറഞ്ച് ഫുള്ളായി ചെയ്ത് കൊടുക്കണ്ട, ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി ബ്രഷിട്ട്. എന്നിട്ട് ആ ഓറഞ്ചിൻ്റെ ചെറിയൊരു പാർട്ടൊക്കെ ഇതുപോലെ നമുക്ക് റെഡും ഇതുപോലെ കൊടുത്തുകൊണ്ട് ഫുള്ള് കളർ ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന മീനിനും ഇതുപോലെയൊക്കെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഫുള്ള് വൈറ്റ് കൊടുത്തതിന് ശേഷം ഓറഞ്ച്, റെഡ്, അതുപോലെ യെല്ലോ, ബ്ലാക്ക് ഇതുപോലെ തൊട്ട് കൊടുത്ത് ഇതുപോലെയൊക്കെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഇനി താമര കളറോട് ചെയ്തെടുക്കുന്നുണ്ട്. താമര ഫുള്ളായിട്ട് വൈറ്റ് കൊടുത്തിട്ട് ശേഷം ഈ പിങ്ക് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ തൊട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം പറയുകയാണെങ്കിൽ ഇങ്ങനെ താമരയുടെ ഷേപ്പൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇനി ഇലക്ക് കളർ ചെയ്തെടുക്കാം. ഇലക്ക് ഞാൻ ഇതുപോലെ ബ്രഷ് പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെറുതെ ആയിട്ടൊന്നും കൊടുത്തു നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല തോന്നി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് ഗ്രീൻ എടുത്ത് അവിടെയും ഇവിടെ നിന്ന് ടച്ചപ്പ് ഇതുപോലെ ചെയ്തെടുത്തിട്ടാണുള്ളത്. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കാണുന്ന പാർട്ട് ഫുള്ളായിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. സ്കൈ ബ്ലൂക്ക് കുറച്ച് വൈറ്റും കൂടി ചേർത്ത് ലൈറ്റ് ആക്കിക്കൊണ്ടാണ് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നത്.
ഇത് ഫുള്ളാക്കി ഞാൻ കളർ ചെയ്തെടുക്കുന്നുണ്ട്. സ്കൈ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ആക്കിലേക്ക് ഒരു തുള്ളി സ്കൈ ബ്ലൂവും കൂടി ഒന്നും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കളർ കൂട്ടി അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്ലേ ആയിട്ടുള്ള സംഭവം ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിനും കളർ ചെയ്ത് കൊടുക്കാം. അത് ഫുള്ള് ഞാൻ ആദ്യം വൈറ്റാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ കോട്ട് ഇതുപോലെ ഫുള്ള് വൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കോട്ട് ഈ വൈറ്റിലേക്ക് കുറച്ച് സ്കൈ ബ്ലൂ ചേർത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെയ്തൊക്കെ ഒന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ വരച്ചെടുക്കാം. ആദ്യം ഒരു വര വരച്ചു കൊടുത്തതിന് ശേഷം താഴത്തോട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. കുറച്ച് അധികം ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വരച്ചെടുക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാണ്. ഇനി ഇതുപോലെ നമുക്ക് ചെറുതും വേണം അതുപോലെ വലുതും വേണം. അങ്ങനെ രണ്ടും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിൻ്റെ ശേഷം ഇതുപോലെ നമുക്കൊന്നിങ്ങനെ ഇളക്കിയെടുക്കാം. ഇനി പെയിൻറ്റ് അടിച്ചത് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമുക്ക് ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കാം. കറക്റ്റ് അളവൊന്നും ഇല്ലാതെ നമുക്ക് തോന്നിയ പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ലെയറിലും മേലത്തിലും താഴത്തിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഗ്ലൂ ഉണ്ടല്ലോ അത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഫുള്ള് റൗണ്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഗ്ലൂ ആയിട്ട് തന്നെ ഒന്ന് റൗണ്ട് ഒന്നും കൂടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ മേലത്തെ മയത്തുള്ളിൻ്റെ അവിടെയൊക്കെ ഒന്നും കൂടി ഗ്ലൂ ആക്കി ഒട്ടിച്ചെടുത്ത് ഒന്ന് ലെവൽക്കാക്കി കൊടുക്കുന്നുണ്ട്. ഈ സെയിം രീതിക്ക് തന്നെ താഴത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പെയിൻറ്റ് അടിച്ച് വെച്ച കാർഡ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് സ്പേസ് ഒഴിവാക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചധികം ഗ്ലൂ വെച്ച് കണ്ട് തൊട്ടിച്ചെടുക്കാം. ഇതുപോലത്തെ ചെറിയ കല്ലെടുത്തിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ റൗണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് ഗ്ലൂ വെച്ച് തൊട്ടിച്ചെടുക്കുന്നുണ്ട്. കല്ലുകൾ ഫുള്ളായിട്ട് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ വെള്ളം പോലെയൊക്കെ തോന്നിക്കാൻ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ഗ്ലൂ ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പൗണ്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട റെഡായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇത് നമുക്ക് വാട്ടർ പൗണ്ട് എന്നും അതുപോലെ തന്നെ ഫിഷ് പൗണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ.